വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് ഞാനും ജോൺ സാറും മനോജേട്ടനും കൂടെ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ തലശ്ശേരിക്കാണ്. പിന്നെ ഈ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പോകുന്നത് സാധാരണ മറ്റാർക്കും എൻട്രി ഇല്ലാത്തൊരു പ്രോഗ്രാം കാണാനും പങ്കെടുക്കാനും കൂടെയാണ്. ഇതൊരു മാജിക് കൺവെൻഷനാണ്, അല്ലെങ്കിൽ മജീഷ്യൻസ് മീറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാം സസ്പെൻസാണ്, വഴിയേ പറയാം, അതല്ല നല്ലത്. ഞങ്ങളിത് ഇപ്പോൾ ഏകദേശം കോട്ടയം എത്തി. ഇനി ഇവിടെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. 6:30ക്കുള്ള മലബാർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനും മനോജേട്ടനും കൂടെ ലഗേജ് എടുത്ത് സ്റ്റേഷനിലൂടെ നടക്കുകയാണ്. സാറ് പിന്നിൽ വരുന്നുണ്ട്. ട്രെയിൻ വരാൻ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. സ്റ്റേഷൻ്റെ ഏറ്റവും മുൻപിലാണ് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ്. സോ കുറച്ചധികം നടക്കേണ്ടി വന്നു. ലഗേജ് കാണുന്ന പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. സോ നല്ല രീതിക്കൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. സാറ് മാജിക്കിൻ്റെ ഡീലർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാളുണ്ട്. അതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് ഈ പെട്ടികൾക്കുള്ളിൽ. कन्नूर तक जाने वाली तिरुवनंतपुरम कन्नूर जनशताब्दी एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 1 पर आएगी. Your attention please. Train number 1 to അങ്ങനെ ഞങ്ങൾ മാഹി എത്തിയിരിക്കുകയാണ്. ഇനി തൊട്ടടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. ഞങ്ങൾക്ക് അവിടെയാണ് ഇറങ്ങേണ്ടത്. തലശ്ശേരിയിൽ ഞങ്ങൾക്കുള്ള റൂം റെഡിയാണ്. സാറിൻ്റെ തന്നെ ശിഷ്യനായ ജിക്സോ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. വയനാട്ടാണ് സാറിൻ്റെ വീട്. സാർ അവിടെ ഓൾറെഡി എത്തി. സോ ഞങ്ങൾക്കുള്ള റൂം കൂടെ സാർ അവിടെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. സോ ഇനി പോകേണ്ടത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലോഡ്ജിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി. നിൽക്കുന്നതാണ് ജിക്സോ സാറ്. അവരുടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ പ്രേതം മൂവിയിലെ ജയസൂര്യയുടെ ഒരു അപ്പിയറൻസിലെ ആ ഒരു അപ്പിയറൻസാണ് നമ്മുടെ ജിക്സോ സാറിന്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ സമയത്ത് ഹോട്ടലുണ്ടെന്ന് അറിയത്തില്ല. സമയം ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആശാന ശിഷ്യനും കൂടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയാണ് സ്റ്റാൻഡിൽ കൂടെ. എൻ്റെ ചിന്ത മൊത്തം ഫുഡിലാണ്. എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. രാവിലെ ഏതാണ്ട് കഴിച്ചതാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ജിക്സോ സാർ പറഞ്ഞൂടാ, നീ ഇപ്പം മലബാറിലാണുള്ളത്, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് മലബാർ പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരത്തില്ല, ഏത് പാതിരാത്രിക്കും ഫുഡ് കിട്ടുമെന്നാണ് സാറ് പറഞ്ഞത്. സാറിൻ്റെ ആ ഒറ്റ ഡയലോഗിൽ വിശ്വസിച്ച് ഞാൻ അവരുടെ പിന്നാലെ നടക്കുകയാണ്. ജിക്സോ സാർ പറഞ്ഞത് വളരെയധികം ശരിയായിരുന്നു. ഞങ്ങൾക്കധികം തപ്പേണ്ടി വന്നില്ല. സ്റ്റാൻഡിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി. അങ്ങനെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ റൂമിൽ പോവുക, വർത്തമാനം പറഞ്ഞിരിക്കുക. കാരണം സമയം ഇപ്പം തന്നെ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന അവസരങ്ങളിലാണ് ഞങ്ങൾ പരസ്പരം മാജിക്ക് പഠിക്കുന്നതും അവരവർക്ക് അറിയാവുന്ന ട്രിക്സ് പരസ്പരം ഷെയർ ചെയ്യുന്നതും. സോ ഇനി രാവിലെ കാണാം. നൂൽപുട്ടാണ് നമ്മുടെ നാട്ടിലെ ഇടിയപ്പം, ദോശ പോലെ നൂൽപുട്ട് കേട്ടോ, കണ്ണൂരാണ് ഭാഷ. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പ്ലേസിൽ ഞങ്ങളുടെ സ്റ്റാൾ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ജോൺ സാർ അവിടെ ഓരോ മാജിക്കും ആൾക്കാരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പല സ്റ്റാളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ നിൽക്കുന്നവരെല്ലാവരും സീനിയറായിട്ടുള്ള മജീഷ്യൻസാണ് കേട്ടോ. അവരവരുടെ സാധനങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പച്ച ഷർട്ടിട്ട് നിൽക്കുന്നത് മെൻ്റലിസ്റ്റ് പ്രീത് അഴീക്കോട് സാറാണ്. നമ്മുടെ ജിക്സോ സാർ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സച്ചിൻ സാർ നിൽപ്പുണ്ട്. പിന്നെ ഈ നിൽക്കുന്നത് മെൻ്റലിസ്റ്റ് PC കൃഷ്ണയാണ്.
ഓഡിറ്റോറിയത്തിൻ്റെ താഴത്തെ നിലയിലാണ് സ്റ്റാൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ പല പല കലാപരിപാടികളാണ് നടക്കുന്നത്. അതിൽ മാജിക് ക്ലാസ്സുകളുണ്ട്, മാജിക് കോമ്പറ്റീഷൻസ് ഉണ്ട് ജൂനിയർ സീനിയർ വിഭാഗത്തിൽ. അങ്ങനെ വിവിധ കലാപരിപാടികളാണ് മുകളിലത്തെ സ്റ്റേജിൽ നടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോൾ എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാൾ വിസിറ്റ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനുള്ള അവസരം അവർക്കുണ്ട്. കേരളത്തിനകത്തും പുറത്തുനിന്നും വന്നിരിക്കുന്ന മജീഷ്യൻസാണ് ഇവരെല്ലാവരും. ഇനി ഞാൻ എൻ്റെ ഒരു ചങ്ക് സാറിനെ പരിചയപ്പെടുത്താം. രാജേഷ് ചന്ദ്രൻ എന്നാണ് സാറിൻ്റെ പേര്. ആൾ ഭയങ്കര രസികനാണ്. മാത്രമല്ല അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. കുറച്ചധികം ആൾക്കാരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും. ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ബാലകൃഷ്ണ പറ്റൂല എന്ന് പറഞ്ഞ് ബാലകൃഷ്ണ പറ്റൂല. അന്റെ കാര്യം നമ്മൾ ഏറ്റെടുക്കണ്, അന്റെ ഉമ്മാന്റെ കാര്യം നമ്മൾ വാപ്പ ഏറ്റെടുക്കണ്. പോയിട്ട് വരുന്നതിനുള്ള അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. Controlling you actually he is near you. On the count of 3, just one. Thank you so much. Right. Opposite side. Adyan. Very nice skin, beta. The penetration is very easy. So the idea, if you're ready? Okay, 1, 2, and 3. So it's idea. So perfectly penetrated and well. Of course, blood varum. Watch this carefully. Watch. No blood, nothing. What I'm still perfectly. I'm just going to shake it out. മനസ്സിലായില്ലേ സംഭവം? കേട്ടതല്ല. കുട്ടികളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് 2, 4, 6 ഇങ്ങനെ എണ്ണിക്കാം. അപ്പം 31, 32 എണ്ണത്തെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഉണ്ട്. അപ്പം ഇത് ഞാൻ താഴെ വിടാൻ പോവാണ്. അതിങ്ങോട്ട് പിടിക്കുക. അടുത്തു നമുക്ക് വേണ്ട പോക്കറ്റിലേക്ക് വീണ്ടും എണ്ണി നോക്കിയാൽ 32-ൽ നിന്ന് 1 മൈനസ് ആക്കിയാൽ വീണ്ടും 32. വീണ്ടും എണ്ണിക്കാം. ഇതൊന്ന് വീണ്ടും എടുക്കാൻ പോവാണ്. അത് എടുത്തു പോക്കറ്റിൽ വേണ്ട. വീണ്ടും എണ്ണി നോക്കിയാൽ 32 വീട്ടുണ്ട്. അതാണ് 32-ൽ നിന്ന് 1 മൈനസ് ആക്കിയാൽ എപ്പോഴും 32 വരുന്നുണ്ടാവും. അപ്പോൾ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയം ഇച്ചിരി ഉള്ളിലേക്ക് കയറിയായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നിടത്ത് വഴിയിൽ നിന്നും ഒരൊറ്റ ഓട്ടോ ഇല്ല. ഞങ്ങളത് ഓട്ടോ തപ്പി നടക്കുകയാണ്. മാഹി പോകാമെന്ന് വിചാരിച്ച ശേഷം മാഹിയും പോക്ക് നടന്നില്ല. ഇനിയിപ്പോൾ ഒരു ഓട്ടോ കിട്ടുവാണെങ്കിൽ നേരെ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെല്ലുക. അവിടെ റൂമുണ്ട്. റൂമിൽ കയറി ഒന്ന് കുളിച്ചൊരുങ്ങുക. 9-നാണ് ട്രെയിൻ. ഞാനും മനോജേട്ടനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ജോഹൻ സാറ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മയുടെയൊക്കെ കുപ്പി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അത് നടക്കും തോന്നുന്നില്ല. വിളിച്ചിട്ട് സോറി പറയാം, കാരണം ടൈം കിട്ടിയില്ല. പക്ഷെ അമ്മരെല്ലാം വിളിച്ച് പറയുകയും ചെയ്ത് ആദ്യമായിട്ടാണ് വാങ്ങി വരുന്നത്. സാരമില്ല, ഇനിയൊരു ദിവസം വരുമ്പോൾ മേടിച്ചു കൊടുക്കാമെന്നെല്ലാം പറയാം. അത് നടക്കത്തുള്ളൂ.
അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ കണ്ടുപിടിക്കട്ടെ. കുറച്ചധികം ലഗേജ് ഉണ്ട്. വന്നപ്പോൾ 2 ബോക്സ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഒരു ബോക്സ് കൂടെ ഉള്ളൂ. ഓക്കെ, ഇതാണ് തിരിച്ച് റൂമിൽ വന്നപ്പോൾ അവസ്ഥ. വേർത്ത് കുളിച്ചൊരു പരിവായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുളിക്കുക. 9 മണിക്കാണ് ട്രെയിൻ. 9 മണിക്ക് ട്രെയിൻ എടുക്കഴിഞ്ഞാൽ രാവിലെ 5 മണിയാകുമ്പോൾ നാട്ടിൽ വരും. ഭയങ്കര സങ്കടം വന്നതെന്ന് വെച്ചാൽ മാഹി പോകാൻ പറ്റിയില്ല. കുറച്ച് ഫുഡ്, വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇതായിട്ട് ഞങ്ങളോട് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പറയാം 7 മണി കഴിഞ്ഞു. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇൻ കേസ് പോയി കഴിഞ്ഞാൽ അവൾ വിട്ടുപോകും. ഞായറാഴ്ച എല്ലാവർക്കും ഫെസ്റ്റിവിറ്റി വരേണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെ നേരെ തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരികെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ കണ്ടത് മജീഷ്യൻസിൻ്റെ ഒരു മീറ്റപ്പാണ്. ഞാൻ പറഞ്ഞതുപോലെ മറ്റാർക്കും പ്രവേശനമില്ലാത്തൊരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എനിക്കതിൽ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എല്ലാ വീഡിയോസും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്കിലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മെൽവിൻ സൈനിങ് ഓഫ് ഫ്രം ട്രിപ്പോളി ട്രാവലോഗ്സ്. താങ്ക് യു.